ഹായ് മക്കളെ, ഈ വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി CM അക്കാഡമിയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ക്രാഷ് കോഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാണ് ക്ലാസ് തുടങ്ങുന്നത്, എത്രയാണ് അതിൻ്റെ ഫീസ്, എന്തൊക്കെയാണ് ഈ ക്രാഷ് കോഴ്സിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പഠനരീതി, ക്രാഷ് കോഴ്സ് കൊണ്ട് എൻട്രൻസ് നേടാൻ പറ്റുമോ, ഇങ്ങനത്തെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക. അതുപോലെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന +2 റിപ്പീറ്റിംഗ് ബാച്ചുകളിലൊക്കെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മാസം 25-ാം തീയതി തിങ്കളാഴ്ചയാണ് ക്രാഷ് കോഴ്സ് നമ്മൾ ഫസ്റ്റ് ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ JEEക്കല്ല, കാര്യം JEE ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ എക്സാം വരുന്നുണ്ടല്ലോ. ജൂൺ ഫസ്റ്റ് വീക്കിലാണ് കീമിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ കീമിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മുടെ CM അക്കാഡമിയുടെ കീഴിലുള്ള കോച്ചിങ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതായത് ഒരു ദിവസത്തിൽ 3 ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു +2 വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളൊരു റിപ്പീറ്റർ ആണെങ്കിലും, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സാർ പക്ഷേ സബ്ജക്റ്റിനെ കുറിച്ച് വേണ്ടത്ര നോളജ് ആയിട്ടില്ല, ഒന്ന് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്താൽ കൊള്ളാം എന്നുള്ള വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് വളരെ ആപ്റ്റ് ആയിരിക്കും. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, സാർ ഞാൻ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് എനിക്കറിയാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ, CM അക്കാഡമിയുടെ റിവിഷൻ ക്യാമ്പിൽ മാത്രമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനത്തെ വിദ്യാർത്ഥികളും നിർബന്ധമായും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളണം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രൂപത്തിലൊരു ഷെഡ്യൂൾ ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് സാന്ദർഭികമായി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ദിവസം 3 ചാപ്റ്റർ. ആ 3 ചാപ്റ്ററിൻ്റെ നിങ്ങൾക്ക് ആവശ്യമുള്ള എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള തിയറി ഡിസ്കസ് ചെയ്ത് ഒരു 20-25 ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ വെച്ച് തന്നെ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ആ 25 ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ 2-3 എണ്ണം ആയിരിക്കില്ല, 25 എണ്ണം തികക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. മിനിമം ആണ് ഈ പറഞ്ഞത്. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററുകളിൽ നിന്ന്, വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും അതിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ വെച്ച് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അന്ന് രാത്രി ഈ ക്ലാസ്സിൽ വെച്ച് ചെയ്ത ക്വസ്റ്റ്യൻസിനെ ഇക്വലൻ്റ് ആയിട്ടുള്ള അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞങ്ങൾ തരും, അതായത് എക്സസൈസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താണോ ക്ലാസ്സിൽ വെച്ച് പഠിച്ചത് അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു ദിവസം 3 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 90 അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിലിരുന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊടുത്തയക്കും. അത് ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം നിങ്ങൾ ക്ലാസ്സിന് വരാൻ. അപ്പോഴെന്താ ഗുണം? പിറ്റേ ദിവസം രാവിലെ തന്നെ തലേ ദിവസം നടന്ന 3 ചാപ്റ്ററുകളുടെ എക്സാം നടക്കും. അപ്പോൾ ആ എക്സാമിന് ഞങ്ങൾ ഈ വർഷം ഇവിടെ ഷെഡ്യൂൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തലേ ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി കൊടുത്തയച്ച 90 ക്വസ്റ്റ്യനിൽ നിന്നായിരിക്കും പിറ്റേന്നുള്ള എക്സാമിൻ്റെ ഒരു 50% ക്വസ്റ്റ്യൻസ്. അപ്പം നിർബന്ധമായും ഓരോ വിദ്യാർത്ഥിയും തലേ ദിവസം തന്നിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. മാത്രമല്ല, ചെയ്ത് പരിശീലിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. ചിലപ്പോൾ നിങ്ങളൊരു +2 വിദ്യാർത്ഥി ആയിരിക്കും, ഇതുവരെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിനെ ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി കണ്ടിട്ടില്ലാത്തവരായിരിക്കും. അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ചേഞ്ച് വളരെയധികം വലുതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി 50% ക്വസ്റ്റ്യൻസ് പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പിറ്റേന്ന് പരീക്ഷ നടക്കുക. അങ്ങനെ ഓരോ ദിവസവും പരീക്ഷ നടത്തുന്നതിലൂടെ കൃത്യമായ റിവിഷൻ, ആദ്യത്തെ ദിവസം പഠിപ്പിച്ചത് അവസാനത്തെ ദിവസം വരെ ഓർത്തു വെക്കുന്ന രൂപത്തിലുള്ള റിവിഷൻ നമ്മളിവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. എക്സാം സീരീസ് ആയിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ 6 ദിവസം ക്ലാസ് ഉണ്ടാകും. ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവില്ല. ആ ഞായറാഴ്ച എന്താ പരിപാടി? ലീവാണോ, വെറുതെ ഇരിക്കുകയാണോ? അല്ല, ആ വീക്കിൽ പഠിപ്പിച്ച എല്ലാ ചാപ്റ്ററുകളുടെയും ക്യുമുലേറ്റീവ് ആയിട്ടുള്ള നീറ്റ് മോഡൽ എക്സാമും എല്ലാ സൺഡേസിലും ഇവിടെ സംഘടിപ്പിക്കപ്പെടും. ആ രൂപത്തിൽ നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ സഹകരിച്ച് ചാടി നിന്ന് തന്നാൽ ഏപ്രിൽ മാസം അവസാനമാകുമ്പോഴേക്കും പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള എല്ലാ ദിവസവും നീറ്റ് മോഡൽ ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ മാത്രമാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതുവഴി നല്ലൊരു കോൺഫിഡൻസോടുകൂടെ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കുമെന്ന് ഈ ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ +2 മാർക്ക് എത്രയാണ് എന്നുള്ളത് ഇവിടുത്തെ ചർച്ചയല്ല, നിങ്ങളുടെ +1 മാർക്ക് എത്രയാണ് എന്നത് ഇവിടുത്തെ ചർച്ചയല്ല. ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ കുറേ അറിവ് പകർന്നു തരാൻ പറ്റുമെന്ന് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുമില്ല.
പിന്നെ എന്താണ് സാറേ ഈ ക്രാഷ് കോഴ്സിൻ്റെ പ്രത്യേകത? ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള വിവരം ഉണ്ടാകും, അറിവുണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല. അത് രണ്ടാണ്. ഒരു സബ്ജക്റ്റിൻ്റെ ഇൻഡെപ്ത് നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു 40 ദിവസം കൊണ്ട് എന്ന് ഞാൻ നിങ്ങൾക്കൊരു മിഥ്യാ വാഗ്ദാനം തരുന്നേയില്ല. ആൻസർ ചെയ്യാൻ പറ്റും. അതാണല്ലോ മുഖ്യം. നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം, അതുവഴി ഉതകുന്ന നല്ല യോജിച്ച ഒരു കോഴ്സിന് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. ഇതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിന് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഹൈലി ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഇനി കീമു പരീക്ഷയ്ക്ക് ഈ വർഷം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ബിഫാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വർഷം നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. കാര്യം ജൂൺ മാസമാകും കീമു പരീക്ഷ തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ വളരെ വലിയ 2 മാസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. വളരെ ഭംഗിയായിട്ട് പഠിച്ചു മുന്നേറിയാൽ നിങ്ങൾ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്ത് അതിനുവേണ്ടി സമയം കളയേണ്ടി വരില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നു മുതലുള്ള കാര്യം ചർച്ച ചെയ്യാം. ഇതുവരെ നിങ്ങൾ എന്തു പഠിച്ചു എന്തു പഠിച്ചില്ല എന്നുള്ളത് വെറുതെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. നമ്മൾ എന്തിനാണ് ഗുണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ +2 വിദ്യാർത്ഥിയാണെങ്കിലും റിപ്പീറ്റർ ആണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പരീക്ഷകൾക്കുള്ള ദിവസം എല്ലാവർക്കും ഒരുപോലെയാണ്. കേരളത്തിലെല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾ 1 ലക്ഷം വിദ്യാർത്ഥികൾ, 1.25 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്നൊക്കെ കേൾക്കാറുണ്ടല്ലോ. 25 ലക്ഷം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതുന്നു. 25 ലക്ഷം വിദ്യാർത്ഥികൾക്കും ഇനി നീറ്റ് പരീക്ഷയ്ക്ക് ബെല്ലടിക്കുന്നത് വരെയുള്ള സമയം കൃത്യമാണ്. എല്ലാവർക്കും ഒരേപോലെയാണ്. ആ ഒരു ഗിവൺ ടൈമിനുള്ളിൽ എത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ട്, എത്ര സെലക്റ്റീവായിട്ടാണ് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾ മുകളിലേക്ക് വരും. വെറുതെ ഇരിക്കുന്ന കുറേ മക്കളുണ്ട്. നിങ്ങൾക്കും വെറുതെ ഇരിക്കാം, നിങ്ങളുടെ ഓപ്ഷനാണ്. വെറുതെ ഇരിക്കാൻ പ്രത്യേകിച്ച് എവിടെയും ഫീസ് കൊടുക്കേണ്ടതില്ല, ഒരു പണിയെടുക്കേണ്ടതില്ല. നീറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക, മലർന്നടിച്ച് കിടക്കുക, വെറുതെ പോയി പരീക്ഷ എഴുതുക, പിറ്റേന്ന് റിപ്പീറ്റ് എഴുതുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കൊല്ലത്തെ ലാഭമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരു കൊല്ലത്തെ റിപ്പീറ്റ് കോഴ്സിന്റെ ഫീസാണ് നിങ്ങൾ ലാഭം പ്രതീക്ഷിക്കുന്നതെങ്കിൽ, നിങ്ങൾ ക്രാഷ് കോഴ്സിന് ഭംഗിയായിട്ട് പണിയെടുത്തേ പറ്റും. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ വർഷം എൻട്രൻസ് കിട്ടുമെന്ന് എഴുതി ഒപ്പിട്ട് തരാനൊന്നും ഒരു സ്ഥാപനത്തിനും പറ്റില്ല. പിന്നെ എന്തു ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഇത്രയേ അറിയൂ. എത്ര മാർക്കുള്ള വിദ്യാർത്ഥിയാണെങ്കിലും, എത്ര കുറവ് മാർക്കുള്ള വിദ്യാർത്ഥിയാണെങ്കിലും, ക്രാഷ് കോഴ്സിന് തലകുത്തി നിന്ന് മരിച്ചു പണിയെടുക്കുന്നവൻ എൻട്രൻസ് നേടുന്നത് ഞങ്ങൾ എല്ലാ വർഷവും കണ്ണുകൊണ്ട് കാണാറുള്ളതാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരാഴ്ച ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമായിരിക്കും. അവിടെ വെച്ച് ഡൗൺ ആവാനാണോ തീരുമാനം? നീ വരണ്ട, നിന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നീ പണിയെടുക്കാനുള്ള മനസ്സോടുകൂടെ വന്നാൽ ക്രാഷ് കോഴ്സ് കൊണ്ട് നിനക്ക് ഗുണം കിട്ടും. അങ്ങനത്തെ വിദ്യാർത്ഥികൾക്ക് ഗുണം കിട്ടാനുള്ള രൂപത്തിലുള്ള വൃത്തിയായ ഒരു ഷെഡ്യൂൾ ഈ വർഷം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിനും അതിനോളം ഓരോ സബ്ജക്റ്റും റിപ്പീറ്റേഴ്സ് ബാച്ചിന് കൃത്യമായി പറഞ്ഞു കൊടുത്ത് 200 മാർക്ക് വാങ്ങിയവരെ 600 മാർക്കിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒരുപാട് അധ്യാപകരുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. ഇവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കുറേ അധ്യാപകരുണ്ട്. അവരെല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടാം. അവരോരോരുത്തരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ നിങ്ങൾ +2-ലും അതുപോലെ +1-ലും നല്ല മാർക്ക് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളെല്ലാം അവൈലബിൾ ആണ്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. +2 ആണെങ്കിലും ശരി, റിപ്പീറ്റർ ആണെങ്കിലും ശരി, ആവശ്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു തരാനുള്ള വിവിധ പദ്ധതികൾ ഇവിടെയുണ്ട്. ജസ്റ്റ് ഒന്ന് വിളിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ബാക്കി നേരിട്ട് സംസാരിക്കാം. താങ്ക് യു.